തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാഴായെന്ന് പരാതി. വിവിധ സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച ധനസഹായം ഒരു വർഷമായിട്ടും ലഭിച്ചിട്ടില്ലെന്ന ആരോപണം. ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് വിഷയത്തിൽ പരാതി അറിയിച്ച പുലിക്കളി സംഘങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ പരസ്യ പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓണം നാളുകളിൽ തൃശ്ശൂരുകാരുടെ ഏറ്റവും പ്രധാന ആഘോഷമാണ് പുലിക്കളി. എന്നാൽ കുറേ വർഷങ്ങളായി തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾ നേരിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ കേന്ദ്ര സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നായിരുന്നു തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുരേഷ് ഗോപി നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ അത് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധവുമായി എത്തുന്നത്. പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വളരെയധികം സാമ്പത്തിക ബാധ്യത വരുന്നതാണ്, ഓരോ പ്രാവശ്യം കഴിയുന്തോറും വരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ രീതിയിലുള്ള ഒരു ധനസഹായം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ലഭിച്ചത്. അന്നും നമുക്ക് വേറെ രേഖകളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. പുലിക്കളി കഴിഞ്ഞതിന് ശേഷം പുലിക്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖാന്തരം അയക്കാനാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എം പി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു, എം പിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എം പിയുടെ ഓഫീസ് പറയുന്നത് ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തു നിന്ന് പല വീഴ്ചകളും ഉണ്ട്, അതാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം സഹായം നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തത്. തുക ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് പല സംഘങ്ങളും രേഖകൾ കൈമാറിയിരുന്നെങ്കിലും പണം മാത്രം ലഭിച്ചില്ലെന്നാണ് സംഘങ്ങൾ പറയുന്നത്. ലോഗോ നമ്മൾ വെച്ചിട്ടില്ല എന്നാണ് പറയണത്. നമ്മൾ അറിഞ്ഞിട്ടില്ല. മൂന്നോണത്തിൻ്റെ അന്നാണ് സംഭവം നമുക്ക് പാസ്സായി എന്ന് പറയണത്. ഈ ലോഗോ മൂന്നോണത്തിൻ്റെ അന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വെക്കാൻ തയ്യാറായിരുന്നു. നമുക്ക് അറിയണ്ടായിരുന്നില്ല അത് സംഭവം ഉണ്ടെന്നുള്ളത്. 9 ടീമും അറിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ടീമുകൾ തന്നെയാണ്. എന്നാലും ആ ടൈമാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പൈസകൾ റോൾ ചെയ്ത് പരിപാടി നടത്തും, ഭംഗിയിട്ട് നടത്തുന്നുണ്ട്. 3 ലക്ഷം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷമായി, എല്ലാ ടീമുകൾക്കും സന്തോഷമായി. പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് നമുക്ക് കിട്ടണം. നമ്മൾ കുറേ റോൾ ചെയ്ത് പൈസ തിരിച്ചു കൊടുക്കാറുണ്ട്, ഇപ്പോഴും കടണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടിയും ഭംഗിയാവും. അടുത്ത ഇനിയിപ്പോൾ 2 മാസം കൊണ്ടില്ലല്ലോ ഓണത്തിന്. സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുടർ നടപടികൾ ഇല്ലാതായതോടെ പുലിക്കളി സംഘം ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കളക്ടറെ നേരിൽ കാണുകയും പരാതി അറിയിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.